കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും എവിടെയാ? നമുക്ക് ഇന്നൊരു മാനിൻ്റെ കഥ കേട്ടാലോ? അനുസരണക്കേട് കാണിക്കുന്ന മാതാപിതാക്കളെ വിലയില്ലാതിരുന്ന ഒരു മാൻ അവന് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും ചെയ്തു. കഥയിലേക്ക് പോകാം. ദൂരെ ദൂരെ ഒരു കാട്ടിൽ ഒരു മാൻകുട്ടി അവൻ്റെ അച്ഛനോടും അമ്മയോടുമൊപ്പം താമസിച്ചിരുന്നു. ബാക്കി എല്ലാ മൃഗങ്ങളെപ്പോലെയും അവൻ്റെ മാതാപിതാക്കൾ അവനെ വല്ലാതെ സ്നേഹിക്കുകയും ഒപ്പം സംരക്ഷിച്ചു പോരുകയും ചെയ്തു. കാടിൻ്റെ പ്രത്യേകത എന്താ? എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം, അല്ലേ? മറ്റു മൃഗങ്ങളുടെ ആക്രമണങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ ഈ മാൻകുട്ടി വളരെ ദേഷ്യത്തിലായിരുന്നു. എന്താണെന്നോ കാരണം? അവനെ അവൻ്റെ മാതാപിതാക്കൾ ഒരിടത്തും വിടുന്നില്ല, അവന് സ്വാതന്ത്ര്യമില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എപ്പോഴും അവരെൻ്റെ പുറകെ തന്നെ, എപ്പോഴും എന്നെ ഉപദേശിക്കുന്നു. എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അതായിരുന്നു മാൻകുട്ടിയുടെ മനോഭാവം. കുറേ കഴിഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്തെന്നോ? ഞാനിനി നിങ്ങളുടെ കൂടെ താമസിക്കുന്നില്ല. നിങ്ങളെപ്പോഴും എന്നെ ഉപദേശിച്ചും സംരക്ഷിച്ചും ഒരു പരുവമാക്കുന്നു. അതിനാൽ തന്നെ ഞാനിനി ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞ് അവൻ്റെ മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാതെ തൊട്ടടുത്ത കാട്ടിലേക്ക് യാത്രയായി. അവിടെ ചെന്നപ്പോൾ അവന് മറ്റൊരു മാൻകുട്ടിയെ കൂട്ടുകെട്ടുകയും ചെയ്തു. അങ്ങനെ കുറച്ചുനാൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. പക്ഷേ ഒരു ദിവസം അവർ രണ്ടുപേരും ഒരു ഗുഹയുടെ അകത്തിരിക്കുമ്പോഴാണ് വലിയൊരു അലർച്ച കേട്ടത്. ഗർ! ആരായിരുന്നെന്നോ? ഒരു സിംഹം. എന്തായാലും തങ്ങൾ പിടിക്കപ്പെടും എന്നവർക്ക് ഉറപ്പായി. വേഗം നമ്മുടെ മാൻകുട്ടി സുഹൃത്തിനോട് പറഞ്ഞു, അയ്യോ, ഇവിടെ നിന്ന് നമുക്ക് വേഗം രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആ സിംഹം നമ്മെ പിടിച്ചു തിന്നും. എന്താ ചെയ്യുക? എന്താ ഇതിനൊരു ഉപായം എന്ന് പറഞ്ഞു. പക്ഷേ സുഹൃത്തായ മാൻ പറഞ്ഞു, എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയും, എനിക്കെന്നെ സംരക്ഷിക്കാനും അറിയാം, നിന്നെ കൂടി നോക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് സുഹൃത്തായ മാൻകുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. സുഹൃത്തിൻ്റെ വാക്കുകൾ കേട്ട ആ മാൻകുട്ടി വല്ലാതെ വിഷമിച്ചു. ഒരാപത്ത് വന്നപ്പോൾ അവൻ തന്നെ കൈയൊഴിഞ്ഞല്ലോ എന്ന് മാൻകുട്ടി വിചാരിച്ചു. അതോടൊപ്പം തൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും തന്നെ ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ചേനെ എന്ന് ഓർക്കുകയും ചെയ്തു. വല്ലാതെ വിഷമിച്ച് നിന്നപ്പോഴാണ് അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത വാക്കുകൾ അവൻ ഓർത്തത്. എന്താണെന്നോ? ഒരാപത്ത് വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നീ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും വിഷമിച്ച് നിൽക്കരുത്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം? ഒരു മാർഗമല്ലെങ്കിൽ മറ്റൊരു മാർഗം നമ്മുടെ മുൻപിലുണ്ടാകുമെന്ന് അവൻ്റെ അച്ഛനായ മാൻ പറഞ്ഞു കൊടുത്തത് വേഗം ഓർത്തു. വേഗം അവരുടെ മുഖം ഓർത്തപ്പോൾ തന്നെ എവിടെ നിന്നോ ഒരു ധൈര്യം കിട്ടി. നമ്മുടെ മാൻകുട്ടി ശബ്ദമുണ്ടാക്കാതെ ആ ഗുഹയിൽ നിന്ന് പുറത്തു കടന്നു. എന്നിട്ടോ ശരവേഗത്തിൽ ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി അവൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തി. എന്നിട്ടോ അവരോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മയും പക്വതയില്ലായ്മയും മൂലമാണ് നിങ്ങളുടെ സംരക്ഷണം ഞാൻ നിഷേധിച്ചത്. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഓരോരോ കാര്യങ്ങളായി എനിക്ക് പറഞ്ഞു തന്നതെന്ന്. മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ എന്നെ നല്ല വഴിയിൽ നടത്തുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു. അവർ പറഞ്ഞു, സാരമില്ല, നീ ഞങ്ങളുടെ കുഞ്ഞല്ലേ, നിന്നോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യവുമില്ല കേട്ടോ കുഞ്ഞേ എന്ന് പറഞ്ഞു. അവൻ സന്തോഷത്തോടെ അവരെ വല്ലാതെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ അവരോട് ഒരുപാട് മാപ്പ് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അച്ഛനോടും അമ്മയോടുമൊപ്പം അവൻ ഒരുപാട് കാലം സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്കെന്താ മനസ്സിലായത്? നമ്മുടെ അച്ഛനും അമ്മയും നമ്മെ സംരക്ഷിക്കുന്നത് പോലെ മൂന്നാമതൊരാൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെയുള്ളവരുമുണ്ട് കേട്ടോ. പക്ഷേ നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുകയും നമ്മെ നല്ല വഴിക്ക് നടത്തുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അങ്ങനെ ചെയ്യരുത്, ഇതുപോലെ ചെയ്യൂ എന്നൊക്കെ അവർ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുമ്പോൾ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടുകയില്ല. അവരെന്താണ് പറഞ്ഞു തരുന്നതെന്ന് വീണ്ടും ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. നമുക്ക് നല്ലത് വരണമെന്ന് മാത്രമേ അവർ ചിന്തിക്കൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇനി അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് കൃത്യമായി അനുസരിക്കുകയും അവരുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും ഇനി നല്ല അനുസരണയുള്ള കുട്ടികളായി ജീവിക്കണം കേട്ടോ. കഥയൊക്കെ ഇഷ്ടപ്പെട്ടോ? വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.